റഹ്മാൻ റഹീം. നമ്മൾ മുലാരിയായ ഫീൽനിക്ക് നസ്ബ് ചെയ്യുന്ന ആമിലുകളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ജസ്മ് ചെയ്യുന്ന ആമിലുകളാണ് ജവാസിമുൽ മുലാരി. മുലാരി ആയ ഫിഇലുകൾക്ക് ജസ്മ് ചെയ്യുന്ന ആമിലുകൾ വമിൻഹ 100 ആമിലുകളിൽ പെട്ടതാണ് ഹുറൂഫുൻ ചില ഹർഫുകൾ തജ്സിമു അവകൾ ജസ്മ് ചെയ്യും അൽ ഫിഇൽ അൽ മുലാരിഅ മുലാരി ആയ ഫീൽനിക്ക് മുലാരി ആയ ഫീൽനിക്ക് ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ അതേതൊക്കെയാണ്? വഹിയ ഖംസത്തുൻ അത് 5 എണ്ണാണ്. അത് 5 എണ്ണം. ഒന്ന് ഇൻ, രണ്ടാമത്തത് ലം, ഇവിടെ കാണാം ലം, മൂന്നാമത്തത് ലമ്മ, നാലാമത്തത് അംറിന്റെ ലാമ്, നഹിയിന്റെ ലാ. 5. അപ്പൊ ഇവിടെ ഇൻ എന്നുള്ളത് ഒന്ന്. നെഹു അതിന്റെ ഉദാഹരണം നോക്ക് നിങ്ങൾ. ഇൻ തജ്തഹിദ് ജയ്യിദൻ, നീ നന്നായി പരിശ്രമിച്ചാൽ തൻജഹ് നീ വിജയിക്കും. അപ്പൊ ഇൻ എന്നുള്ളത് തജ്തഹിദു എന്ന മുലാരിയായ ഫീൽനിക്ക് ഇൻ വന്നപ്പോൾ ജസ്മ് ചെയ്തു. ഒന്നിന് മാത്രമല്ല, തൻജഹ് എന്ന അതിൻ്റെ ജവാബിനിക്കും ഒരു കണ്ടീഷനാണത്. നീ പഠിച്ചാൽ നീ വിജയിക്കും, നീ കളിച്ചാൽ നീ പരാജയപ്പെടും, അങ്ങനെയൊക്കെ പറയല്ലോ നമ്മൾ. അപ്പോൾ ഒരു കണ്ടീഷനായിട്ട് പറയാം, ഈഫ് ക്ലോസ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അതിൽ ആ രൂപത്തിൽ 2 മുലാരിയായ ഫീൽനിക്ക് ഇന്ന് ജസ്മ് ചെയ്യും, 2 എണ്ണത്തിലേക്ക്. ഇവിടെ 2 എണ്ണം, ഒന്ന് തജ്തഹീദ് എന്നുള്ളതും ഒന്ന് തൻജഹ് എന്നുള്ളതുമാണ്. രണ്ടാമത്തത് ലമ്മാണ്. നെഹ്ബു ലം യഹ്ലുർ മുഹമ്മദുൻ, മുഹമ്മദ് വന്നിട്ടില്ല. മുൻദു യൗമൈനി 2 ദിവസമായി, 2 ദിവസങ്ങളായിട്ട് മുഹമ്മദ് എന്തായിട്ടില്ല, വന്നിട്ടില്ല. അപ്പോൾ യഹ്ലുറു എന്നുള്ളിടത്ത് ലം മുന്നിൽ വന്നപ്പോൾ അത് അതിനിക്ക് ജസ്മ് ചെയ്തു. മൂന്നാമത്തത് ലമ്മ, ലമ്മയാണ്. നെഹ്വു വലമ്മ യദ്ഖുലിൽ ഈമാനു, ഈമാൻ പ്രവേശിക്കാതിരുന്നു, പ്രവേശിച്ചില്ല. അപ്പോൾ യദ്ഖുൽ ലമ്മ എന്നുള്ളതിനിക്ക് വന്നപ്പോൾ യദ്ഖുലു എന്നാണ് ഉണ്ടാവുക, അത് ജസ്മ് ചെയ്തു, യദ്ഖുൽ എന്നായി. ഇവിടെ കസ്റ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു. ആ കസ്റ് വന്നത് 2 സുക്കൂനുകൾ ഒരുമിച്ച് കൂടുന്നത് അറബി ഭാഷയിൽ അത് 2 സുക്കൂനുകൾ ഒരുമിച്ച് കൂടിയാൽ ഒരു സുക്കൂനുള്ളതിനെ കളയണമെന്നാണ്. അത് വീക്ക് ലെറ്റർ ആണെങ്കിൽ, അലിഫോ വാവോ യാവോ ആയ വീക്ക് ലെറ്റർ ആണെങ്കിൽ കളയാം, അല്ലാത്ത ലെറ്റർ ആണെങ്കിൽ അവിടെ രക്ഷപ്പെടുത്തണം, അതവിടെ പറയണം. ആ പറയാൻ വേണ്ടി അതിലേക്ക് കസ്റ് കൊടുത്ത് യദ്ഖുലി എന്ന് പറഞ്ഞു. വലമ്മ യദ്ഖുൽ എന്നാണ് അവിടെ ഉണ്ടാവുക. ഇതിന് ശേഷമുള്ള പദവുമായി ബന്ധപ്പെട്ട് യദ്ഖുലി എന്ന് കൊടുത്തതാണ്. ചുരുക്കത്തിൽ യദ്ഖുലു എന്നുള്ളതിനിക്ക് മുലാരിയായ ഫീൽനിക്ക് ജസ്മ് ചെയ്തു ലമ്മ എന്നുള്ളത്. വലാമുൽ അംറി, നാലാമത്തത് അംറിന്റെ ലാമ്. നെഹു ഏതുപോലെ? അവിടെ ഒരു സംശയം. 2 ജസ്മ് വന്നല്ലോ. 2 സുക്കൂൻ. യദ്ഖുൽ അല്ല, യദ്ഖുലി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ യദ്ഖുല് എന്നുള്ളത്തെ ലാമും പിന്നെ അൽ ഈമാൻ എന്നുള്ളത്തെ ആ ഉച്ചരിക്കൂല, അത് കൂട്ടി പറയുമ്പോൾ പോകുമല്ലോ, പിന്നെയും ഒരു ലാമ് വരും അവിടെ. ഈ ഫസ്റ്റത്തെ ലാമിന് ഓക്കെ. അത് അറബിയുടെ നിയമമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കേസിൽ കസ്റ് കൊടുക്കണം എന്ന്. അത് വെച്ചാൽ ഫത്ഹ് കൊടുത്താൽ അവിടെ എന്തായിട്ട് തോന്നും? ഫത്ഹ് കൊടുത്താൽ അവിടെ നസ്ബ് ചെയ്യുന്ന ആമിലായിട്ട് തോന്നും. ലമ്മ് കൊടുത്താൽ അവിടെ റഫ്, ഓൾറെഡി ലമ്മ എന്ന ജസ്മ് ചെയ്യുന്ന അക്ഷരം വന്നിട്ടും എന്തായിട്ട് വന്നു? അവിടെ റഫ് ആയിട്ട് വന്നു എന്ന് തോന്നിപ്പോവും, തെറ്റിദ്ധാരണ ഉണ്ടാവും. കസ്റാകുമ്പോൾ മുലാരിയായ ഫീൽനിക്ക് എന്തുണ്ടാവില്ല, കസ്റ് ഉണ്ടാവില്ല. പിന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ പൊതുവെ കസ്റ് ഇൽത്തിക്കാവു സാക്കിനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കസ്റ് കൊടുക്കണം എന്നാണ് അറബി ഭാഷയുടെ നിയമം. അതുകൊണ്ട് നമ്മൾ കുൽഹു അല്ലാഹു അഹദുനില്ലാഹു എന്ന് പറഞ്ഞത്. അഹദുൻ
അള്ളാഹു എന്നുള്ളത്തെ ആ പോയി കഴിഞ്ഞാൽ അവിടെ ആ നൂനും അതുപോലെ അള്ളാഹു എന്നുള്ളത്തെ ആ ലാമിനിക്കും എന്ത് വരും? ഇൽത്തിക്കാവ് സാക്കിനേനി വരും. അപ്പോൾ അതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടെയും കെസറ കൊടുത്തത്, അവിടെ ഫീലല്ല. ഇവിടെ ഇങ്ങനെ ഒരു കാരണം കൂടിയുണ്ട്. ഏത്? റഫ് കൊടുത്താൽ ജസ്മിന് സ്ഥാനമല്ലാന്ന് തോന്നിപ്പോവും, ജസ്മിൻ ആമിൽ വന്നിട്ട്. ഇനി നെസ്ബ് കൊടുത്താലോ ഫത്ഹ് കൊടുത്താലോ? ഫത്ഹ് കൊടുത്താൽ പിന്നെ ജസ്മ് ചെയ്യുന്ന ആമിൽ വന്നിട്ട് നെസ്ബിൻ്റെ പണിയാണ് എടുത്തെന്ന് പറയും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കെസർ കൊടുത്തത്. ഓക്കെ ആണോ ഫാറൂഖ്? ക്ലിയർ അല്ലേ? ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ഇത് റെക്കോർഡിന് വേണ്ടിയിട്ടാണ് ഒന്ന് വേഗത്ത് പോണ്. ഫാറൂഖ് ഓക്കെ അല്ലേ? റഫീഖ, റഷീദ് ക, ഷാഫി? ഇവിടെ വലമ്മ യദ്ഖുലിൽ ഈമാൻ. ഓക്കെ. അതുപോലെ അംറിന്റെ ലാമ് ലി യക്തുബ്, കണ്ടോ? യക്തുബു എന്നുണ്ടാവുക, അത് അംറിന്റെ ലാമ് അംറ് ഗായിബിന് വേണ്ടി വരുന്ന ലാമ് വന്നപ്പോൾ ലി യക്തുബ്, ലി യക്തുബ് കുല്ലു താലിബിൻ, എല്ലാ വിദ്യാർത്ഥികളും എഴുതട്ടെ, മാ ദറസഹുല്യവും, ഇന്ന് പഠിച്ച വിഷയം, ഇന്ന് പഠിച്ചതിനെ എല്ലാ കുട്ടികളും എഴുതട്ടെ. അപ്പം അമ്രാണ്. വലാ ലിന്നഹി, നഹീനിക്കുള്ള ലായും, നെഹു ലാ തനം, നീ ഉറങ്ങരുത്. കേട്ടോ, ലാ തനം. നാമയനാമു എന്നുണ്ടാവുക, അവിടെ ഇൽത്തിക്കാവു സാക്കിനീന് വന്നപ്പോൾ എന്ത് ചെയ്യുന്നതാണ്? അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം. യനാമു, യനാമു എന്നുണ്ടാവുക. അപ്പോൾ ലാ എന്നുള്ള നെഹി വന്ന സമയത്ത് ആ ഇതിനക്ക് ജസ്മു കൊടുക്കും, സുക്കൂന് കൊടുക്കും. ഈ സുക്കൂനും ഇവിടെയുള്ള അലിഫും ഉണ്ട്, ഈ അലിഫിന് സുക്കൂനാണ്. ഈ രണ്ട് സുക്കൂനുകളും ഒരുമിച്ച് കൂടിയപ്പോൾ അത് അറബി നിയമത്തിൽ ശരിയാവില്ല. അപ്പോൾ അലിഫ് വീക്ക് ലെറ്ററാണ്. അപ്പോൾ അലിഫിന് എന്ത് ചെയ്തു? കളഞ്ഞു. മീം അതിനോടാണ് ചേർന്നു. അപ്പോൾ ലാ യനം, ലാ തനം എന്നായി മാറി. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? എവിടെ പറയും സുഹേൽ സാറ്? പിന്നെ ലാ തനം, നീ ഉറങ്ങരുത്, കബല ഹിഫ്ലി ദുറൂസി, പാഠങ്ങൾ മനഃപ്പാഠമാക്കുന്നതിന് മുമ്പ് നീ ഉറങ്ങരുത്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ജസ്മ് ചെയ്തു. ജസ്മ് ചെയ്തപ്പോൾ ലാ തനം, അലിഫ് ഇൽത്തിക്കാവ് സാക്കിന് ആയപ്പോൾ അലിഫ് വീക്ക് ലെറ്റർ ആണല്ലോ, വീക്ക് ലെറ്റർ ആയപ്പോൾ അലിഫിനെ കളഞ്ഞു. ഞാൻ വീക്ക് ലെറ്റർ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യേണ്ടി വരും? രക്ഷപ്പെടാൻ വേണ്ടി അവിടെ നിർത്തേണ്ടി വരും. രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും പണിയെടുക്കേണ്ടി വരും. യെസ്, ക്ലിയർ അല്ലേ? അടുത്തത് നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻ എന്നുള്ളത് മുലാരിയായ ഫീലിൻ്റെ മുമ്പിൽ ഇൻ വരുമ്പോൾ രണ്ടെണ്ണത്തിനക്ക്, രണ്ട് മുലാരിയായ ഫീലിനക്ക് അത് ജസ്മ് ചെയ്യും. ഒന്ന് കണ്ടീഷനായിട്ട് വരുന്നതാണത്. അതേപോലെ ആ ഇന്നിൻ്റെ മഴനക്ക് വരുന്ന മുലാരിയായ ഫീലിനക്ക് മുമ്പിൽ വരുന്ന ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ജവാസിമുൽ മുലാരിഇ, മുലാരിഇനിക്ക് ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങൾ. അല മഅന ഇൻ, ഇൻ എന്ന അർത്ഥത്തിൻ്റെ മേൽ, ഇൻ എന്ന അർത്ഥത്തിൻ്റെ മേൽ മുലാരിയായ ഫീലിനിക്ക് ജസ്മ് ചെയ്യുന്ന ആമിലുകൾ. ഒമിൻഹ, 100 ആമിലിൽപ്പെട്ടതാണ് അസ്മാഉൻ, ചില ഇസ്മുകൾ. എങ്ങനെയുള്ള ഇസ്മുകളാണ്? തജ്സിമു, അവകൾ ജസ്മ് ചെയ്യും, അൽ ഫിഅൽ മുലാരിഅ, മുലാരിയായ ഫീലിനിക്ക്, മുലാരിയായ ഫീലിനിക്ക് ജസ്മ് ചെയ്യുന്ന ഇസ്മുകൾ അതിൽപ്പെട്ടതാണ്. എങ്ങനെയാണ് ജസ്മ് ചെയ്യുന്നത്? അലാ മഅന ഇൻ, ഇൻ എന്ന അർത്ഥപ്രകാരം. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കണ്ടീഷനായിട്ട്, ഒരു ഷർത്തായിട്ട്, ഒരു നിബന്ധനയായിട്ട്. നീ നന്നായി പഠിച്ചാൽ നീ വിജയിക്കും. അപ്പം അതേ രൂപത്തിൽ ഇന്നിൻ്റെ അർത്ഥത്തിനു വേണ്ടി ആ അർത്ഥത്തിന് വരുന്ന മുലാരിയായ ഫീലിനിക്ക് ജസ്മ് ചെയ്യുന്ന ആമലുകളെ കുറിച്ചാണ് പറയുന്നത്. വഹിയ തിസ്അത്തുൻ, അത് 9 എണ്ണമാണ്. വഹിയ തിസ്അത്തുൻ, അത് 9 എണ്ണമാണ്. ഒന്ന് മൻ, രണ്ടാമത്തത് മാ, മൂന്നാമത്തത് മത, മഹ്മ, അയ്യുൻ, ഐന, അന്ന, ഹൈസുമ, ഇദ്മ. അപ്പം മൻ എന്നുള്ളത് നോക്ക് നിങ്ങൾ. നെഹവു മൻ യജ്തഹിദ് ജയ്യിദൻ,
ആര് നന്നായി പഠിച്ചാലും നന്നായി കഠിനാധ്വാനം ചെയ്താലും യൻജഹ് ബിർ റുത്ബത്തിൽ ഊല, ഒന്നാം സ്ഥാനത്തോടുകൂടെ അവൻ വിജയിക്കും. ആര് നന്നായിട്ട് കഠിനാധ്വാനം ചെയ്താലും ഒന്നാം സ്ഥാനം അവൻ നേടും. അപ്പം അവിടെ മൻ എന്നത് യജിത്തഹിദു എന്ന മുദാരിയായ ഫീലിനും ജസ്മ് ചെയ്തു, അതിലെ യൻജഹ് എന്ന മുദാരിയായ ഫീലിനും ജസ്മ് ചെയ്തു. ഓക്കെ ആണോ ഷാഫി? ആ, അടുത്ത നോക്ക് നിങ്ങൾ. മാ എന്നുള്ള ഉദാഹരണം നോക്ക്. മാ നസ്മഅ മിൻ ദർസിൻ, ദർസിൽ നിന്ന് ഞങ്ങൾ കേൾക്കുന്നത് എന്തെല്ലാമാണോ അതെല്ലാം നഹ്ഫളുഹു, ഞങ്ങൾ മനഃപ്പാഠമാക്കും. അപ്പോൾ നസ്മഅ ജസ്മ് ചെയ്തു, നഹ്ഫൾ ജസ്മ് ചെയ്തു, രണ്ടിനും ജസ്മ് ചെയ്തു. റഷീദ് കാ ക്ലിയർ അല്ലേ? അസീസ് കാ ഓക്കെ അല്ലേ? റഷീദ് അല്ലേ? പോയോ? ഉണ്ടല്ലോ. മാ നസ്മഅ മിൻ ദർസിൻ, ദർസിൽ നിന്ന് ഞങ്ങൾ എന്തെല്ലാം കേൾക്കുന്നുവോ അതെല്ലാം നഹ്ഫളുഹു, ഞങ്ങൾ എന്ത് ചെയ്യും? മനഃപ്പാഠമാക്കുക തന്നെ ചെയ്യും. വ മത, മത പോലെ നെഹ്വേതുപോലെ മത തസിലിൽ, അവിടെ ജസ്മാണ്. മത തസിലിൽ ഹാഫിലത്തു, വണ്ടി എപ്പോഴാണോ വരുന്നത്, ബസ് എപ്പോഴാണോ എത്തുന്നത്, അപ്പോൾ നിർക്കബ്ഹ, ഞങ്ങൾ ആ വണ്ടിയിൽ കയറും. ബസ് എപ്പോഴെത്തിയാലും ഞങ്ങൾ കയറും. അപ്പോൾ ഇവിടെ മൻ എന്ന് പറഞ്ഞാൽ ഒരു ആര് എന്നൊരർത്ഥത്തിന് വേണ്ടി കിട്ടും. മറ്റോടത്ത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹൂ എവർ എന്നൊക്കെ പറഞ്ഞ പോലെ ഹൂ എവർ, വാട്ട് എവർ, വെനെവർ, അതാണ്. മത്ത എന്ന് പറഞ്ഞാൽ വെനെവർ എന്നാണ്. മാ എന്ന് പറഞ്ഞാൽ വാട്ട് എവർ, എന്തെല്ലാം. മറ്റേത് എപ്പോഴല്ല. മത്ത എന്ന് പറഞ്ഞാൽ മത്താ തസ്ലിൽ ആഫിലെത്തു, വണ്ടി എപ്പോഴെല്ലാമാണോ, ബസ് എപ്പോഴാണോ വരുന്നത് അപ്പോൾ നിർക്കബ്ഹ, ഞങ്ങൾ ആ വണ്ടിയിൽ കയറും. മഹ്മ, മഹ്മ എന്നുള്ളത് ഇതുപോലെ മഹ്മ യക്തുമിന്നാസു, ജനങ്ങൾ മറച്ചു വെക്കുന്ന വസ്തുക്കൾ എന്തെല്ലാമാണോ അതെല്ലാം യഅലമുല്ലാഹ്, അള്ളാഹു അറിയും. എന്തെല്ലാം മറച്ചു വെച്ചാലും അതൊക്കെ അള്ളാഹു അറിയും. ഓക്കെ ആണോ? യക്തും, യഅലം, അവിടെ യക്തുമി എന്ന് പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇൽത്തിക്കാവു സാക്കിനിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. മഹ്മ യക്തും ജസ്മ് ചെയ്തു, യഅലം ജസ്മ് ചെയ്തു. അയ്യുൻ, അയ്യുക്കും യഹ്ഫദുൽ ഖുർആൻ, നിങ്ങളിൽ നിന്ന് ആര് ഖുർആൻ മനഃപ്പാഠമാക്കിയാലും യശ്ഫഉ ലഹു, ആ ഖുർആൻ അവന് ശഫാഅത്ത് ചെയ്യും, ശിപാർശ ചെയ്യും. ആര് ഖുർആൻ മനഃപ്പാഠമാക്കിയാലും ആ ഖുർആൻ അവന് വേണ്ടി ശുപാർശ ചെയ്യും. അപ്പോൾ യഹ്ഫൽ, യശ്ഫഉ, ക്ലിയർ അല്ലേ അസീസ് കാ? ഓക്കെ അല്ലേ? ഐന, എവിടെ. ഇതുപോലെ ഐന തഖ്തബിർ, നീ എവിടെ വിളിച്ചാലും. തഖ്ബിലുക ശുർത്ത, പോലീസ് നിന്നെ പിടിക്കും. തഖ്തബി, തഖ്ബിലു, കണ്ടോ, രണ്ടെണ്ണത്തിനും എന്ത് ചെയ്തു? ജസ്മ് ചെയ്തു, ഐന എന്നുള്ളത്. അന്ന, അന്ന തകുൻ യഅ്തിക റിസ്ഖുക, നീ എവിടെയാണെങ്കിലും യഅ്തിക, നിനക്ക് എത്തും, റിസ്ഖുക, നിന്റെ ഭക്ഷണം നീ എവിടെയാണെങ്കിലും കിട്ടും. ലോകത്ത് ഏത് കോണിലാണെങ്കിലും നിനക്ക് നിന്റെ റിസ്ക് നിനക്ക് എത്തുക തന്നെ ചെയ്യും. അവിടെ അത്താ യഅ്തി എന്നുണ്ടാവും കേട്ടോ, ശ്രദ്ധിക്കണേ. യഅ്തി എന്നുണ്ടാവും, യഅ്തി എന്നുണ്ടാവും, ഒരു യാ ഉണ്ടാവും അവിടെ. ജസ്മ് ചെയ്യുന്ന സമയത്ത് യാ അണ്ട് കളയും, അതാണ് യഅ്തി എന്ന് പറയുന്നത്. ജസ്മ് ചെയ്യുന്ന സമയത്ത് ഈ യാ എന്ത് ചെയ്യും? കളയും. അപ്പോൾ യഅ്തി എന്നാവും. അതുകൊണ്ടാണ് യഅ്തിക റിസ്ഖുക. ജസ്മിനെ സുക്കൂന് മാത്രമല്ല, ചില സമയത്ത് ജസ്മിൻ്റെ അവസരത്തിൽ നൂനിനെ കളയും, ചില സമയത്ത് ജസ്മിൻ്റെ അവസരത്തിൽ ആ അവസാനത്തെ ലെറ്ററിനെ തന്നെ കളയും. അങ്ങനെ ലെറ്റർ കളഞ്ഞതിന് ഉദാഹരണമാണ് യഅ്തിക. വഹൈസുമ, അല്ല, യഅ്തിക, ക എന്നുള്ളത് അതിന് മഫൂലാണ്. ക എന്നുള്ളത് അതിന് മഫൂലാണ്. യഅ്തിക. അലം തറ, അവിടെ കണ്ടില്ല, ഇവിടെ അലം തറ കൈഫ, അവിടെ ഒറ്റ ഒന്നുള്ളൂ. ഇവിടെ രണ്ടക്ഷരെങ്കിലും ഉണ്ടെന്ന് വെക്കാം നമുക്ക്, അല്ലേ? അലം ത റ, അവിടെ ത എന്നുള്ള മുളാറത്തിന് അക്ഷരം കഴിഞ്ഞാൽ റാ എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പോയി. തർ ആ എന്നുണ്ടാവും, ഹംസയും പോയി, അവസാനത്തുള്ള അലിഫും പോയി.
ഇവിടെ യത്തി എന്നുള്ളിടത്ത് യാ കളഞ്ഞാലും ത് എന്നുള്ള രണ്ടക്ഷരം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അത് ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ജസ്മ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയ പോലെ അസ്ലിയായിട്ട് ജസ്മ് സുക്കൂൻ കൊണ്ടാണ്, അസ്ലിയായിട്ട്. എന്നാൽ അതൊന്ന് മാറിയിട്ട് ചില സമയം യെസ് 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 വാവ് കളഞ്ഞാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തനം എന്നുള്ളിടത്ത് അലിഫ് കളഞ്ഞ പോലെ തെക്കൂനു എന്നുള്ളിടത്ത് വാവ് പോയി, തെക്കൂനു എന്നാണ്. കാന യക്കൂനു എന്ന മുതാരി വരിക. തെക്കുന്ന് ജസ്മീൻ അവസരത്തിൽ വാവിനെ കളഞ്ഞു. ഹൈസുമ നഹുവേതുപോലെ ഹൈസുമ യദ്ഹബ്, അവൻ എവിടെ പോയാലും യുൽഹിർ ഷജാഅത്തുഹു, ഓൻ്റെ ധീരത പുറപ്പെടുവിക്കും. ഓൻ എവിടെ പോയാലും അവൻ്റെ ധീരത എന്ത് ചെയ്യും? പ്രകടിപ്പിക്കും. എവിടെ പോയാലും ഓനോൻ്റെ കച്ചറ പ്രകടിപ്പിക്കും പറഞ്ഞു, ധീരത പ്രകടിപ്പിക്കും. അപ്പോൾ യദ്ഹബ് യുൽഹിർ രണ്ടും ജസ്മി. ഇദ്മ വേണ്ട ഇല്ലല്ല വേണ്ട. അറബിയിൽ കോമല്ല, കോമ വരില്ല അറബിയിൽ. അറബിയിൽ കോമാന്ന് മാത്രമല്ല ഫുൾ സ്റ്റോപ്പും വരില്ല, ഒന്നുമില്ല. മറ്റേ സെമി കോളനുമില്ല, കോളനുമില്ല, ഒന്നുമില്ല. അറബിയിലൊക്കെ അക്ഷരങ്ങളെ കൊണ്ടാണ് കളി. നെഹു ഇദ്മ തൽഅബ്, നീ കളിച്ചാൽ, എപ്പോൾ കളിച്ചാലും യദ്രിബുക്കൽ ഉസ്താദ്, ഉസ്താദ് നിന്നെ അടിക്കും. എപ്പോൾ കളിച്ചാലും ഉസ്താദ് നിന്നെ അടിക്കും. അപ്പോൾ അവിടെ നോക്കുക തൽഅബ് യദ്രിബ്, ക എന്നുള്ളത് അഫ്ദൽ, അൽ ഉസ്താദ് എന്നുള്ളത് ഫായിൽ. ക്ലിയർ അല്ലേ? ഇത്രയും നമ്മൾ പറഞ്ഞതാണ്. ഒന്നുകൂടി പറഞ്ഞ് ഈ ഉദാഹരണം നോക്ക് നിങ്ങൾ. മയ്യുഫ്രിത് ഫിൽ അക്കിൽ, ഭക്ഷണം കഴിക്കുന്നതിൽ അമിതം കാണിക്കുന്നത് ആരൊക്കെയാണോ അവരെല്ലാം ഒരു മിനിറ്റ് അവസാനം യാവും മുമ്പ് കസ്റത്തുമുള്ള എല്ലാ ഇസ്മും, അവസാനം യാവും അതിന് മുമ്പുള്ളത് കസ്റത്ത്, കാദി എന്നുള്ളത് അവസാനം യാ മുമ്പുള്ളത് കസ്റത്ത്, ഇങ്ങനെയുള്ള എല്ലാ ഇസ്മും അത് റഫിനെ ചുമക്കുകയില്ല, ജറിനെയും ചുമക്കില്ല. കാരണം അത് ഭാരമായതിനു വേണ്ടി. എന്തിനെ ചുമക്കും? നിസ്ബിനെ ചുമക്കും. അപ്പോൾ മാത്രമേ ചുമക്കില്ല. ആര് ഭക്ഷണത്തിൽ അമിതം കഴിച്ചാലും യത്തുഹം, അവനെന്താവും? തടിയനാവും, ഈ പൊണ്ണത്തടി ഉണ്ടാവും. അതതിൻ്റെ ഒരു ഇത്. മൈ യത്അബ് ഫി സിഗരിഹി, ചെറുപ്പകാലത്ത് ആര് കഷ്ടപ്പെട്ടാലും യത്തമത്ത ഫി കിബരിഹി, വലിയ ഭാവി കാലത്ത് പ്രായമാവുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യും? എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റും. കഠിനാധ്വാനം ചെയ്താൽ, ചെറുപ്പത്തിൽ കഠിനാധ്വാനം ചെയ്താൽ എന്താ പറഞ്ഞേ? അല്ല, അതൊരു കണ്ടീഷൻ. നമ്മൾ പറയില്ലേ, ആര് എന്ത് ചെയ്താലും ചെറുപ്പത്തിൽ ആര് എന്താണ് അധ്വാനിച്ചാലും വലുപ്പത്തിൽ അവൻ എന്ത് ചെയ്യും? അതിൻ്റെ എൻജോയ്മെന്റ് എടുക്കും എന്ന് പറയില്ല. അത് നമ്മൾ ഒരാൾ എന്നുള്ള നിലക്കല്ല, ആര് ചെയ്താലും ആ ഒരു മീനിങ്ങിന് വേണ്ടി സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? മൻ എന്നുള്ളത് ഉപയോഗിച്ചിട്ടാണ് പറയാം. അത് ഇന്നാള് എന്നല്ല, ഇന്നാള് എന്നാകുമ്പോൾ പിന്നെ അയാളെ കുറിച്ചുണ്ട് സെന്റൻസ് പറഞ്ഞാൽ മതിയല്ലോ. നമ്മളിപ്പോൾ ഇതൊരു കണ്ടീഷൻ പറയണം, ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ആര് ചെയ്താലും ഇങ്ങനെ ആയിരിക്കും. മാ തദ്ദഖിർ മിൻ മാലിൻ, മുതലിൽ നിന്ന് നമ്മൾ ദൂർത്തടിക്കാതെ സൂക്ഷിച്ചു വെച്ചാൽ, നീ സൂക്ഷിച്ചു വെച്ചാൽ യംഫഅക, അത് നിനക്ക് ഉപകരിക്കും. മാ തുലിഅ മിൻ വഖ്തിൻ, സമയം നീ പാഴാക്കിയാൽ
എത്ര പാഴാക്കിയാലും തന്തം അലൈഹി, അതിൻ്റെ മേൽ നീ ദുഃഖിക്കും. ഇദ്മാ തഫ്അൽ ഷർറൻ, നീ തിന്മ പ്രവർത്തിക്കുമ്പോഴെല്ലാം തന്തം, നീ ദുഃഖിക്കും. ഇവിടേക്കാൻ തന്നെ, ഇവിടേക്ക് എന്ത് ചെയ്തു വായിക്കുന്നത് എന്താ വെച്ചാൽ രണ്ട് മുലാരിയായ ഫീലിലേക്ക് ജസ്മ ചെയ്തു. മഹ്മ തുൻഫിഖ് ഫിൽ ഖൈരി, നീ നന്മയിൽ ചെലവഴിക്കുന്നതെല്ലാം യുഖ്ലിഫ് അല്ലാഹ്, അള്ളാഹു നിനക്കത് പകരം നൽകും. അള്ളാഹു നിനക്കതിന് പകരം നൽകും. മത്താ യുസാഫിർ അഖി, എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഉസാഫിർ മഅഹു, ഞാൻ അവനോട് കൂടെ യാത്ര ചെയ്യും. ഐന തദ്ഹബ്, നീ എവിടെ പോയാലും ഉസാഹിബിക്കാൻ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. അന്നാ യൻസിൽ ദുൽ ഇൽമി യുക്രം, അറിവുടയവൻ എവിടെ ചെന്നാലും യുക്രം, അവൻ ആദരിക്കപ്പെടും. ഹൈസുമ യൻസിൽ മത്തുറുൻ എൺപത്തി സിറു, മഴ പെയ്യുമ്പോഴെല്ലാം ചെടികൾ മുളക്കും. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിടത്തൊക്കെ മൻ, മാ, ഇതുമ, മഹ്മ, മത്ത, ഐന, അന്ന, ഐസുമ, ഈ സംഗതികളിലൊക്കെ എന്തു വന്നു? രണ്ട് മുതാരിയായ ഫീലിക്ക് ജസ്മ ചെയ്തു. ഇത് നമ്മൾ ഒരു പാട്ട് പറഞ്ഞിരുന്നല്ലോ അല്ലേ, ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു? മുളാരിഇൽ ജസ്മേകിടും ഇൻ അർത്ഥമിൽ അസ്മാ അതൊൻപത് ചേർക്കും. അല്ല, അവിടെ എന്തോ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, അസ്മാ 9. അവിടെയാണത് ചേർത്തത്. അസ്മാ 9 ചേർക്കുമന്മാ എണ്ണമിൽ മത്താവ അയ്യുൻ ഐന അന്ന മഹ്മ വഹൈസുമാ ഒൻബാമദന്നു ഈദുമ. അനി പാടല്ലേ, ഒൻബാമദന്നു ഈദുമ. അപ്പോൾ ഈ ബൈത്ത് നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് എന്ത് ചെയ്യുക, അതേ രൂപത്തിൽ ഇത് അല്ലെങ്കിലും ആ ബൈത്തിന് ഒന്ന് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം മൻ, മാ, മത്ത, മഹ്മ, അയ്യുൻ, ഐന, അന്ന, ഹൈസുമ, ഇദ്മ. 9. മൻ, മാ, മത്ത, മഹ്മ, അയ്യുൻ, ഐന, അന്ന, ഹൈസുമ, ഇദ്മ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അഫ്സലേ, ഇനി പറയാൻ പോകുന്നത്, ഇപ്പം നമ്മൾ ഇസ്മിലേക്ക് കടന്നു കേട്ടോ. ആദ്യം നമ്മൾ ഹർഫുകൾ കഴിഞ്ഞു, ഹർഫുകൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പിന്നെ ഇസ്മിലേക്ക് കടന്നു. കഴിഞ്ഞത് ഇസ്മായിരുന്നു, ഇനിയും ഇസ്മ തന്നെ പറയുന്നത്. അസ്മാഉൻ, ചില ഇസ്മുകൾ, നക്കിറത്തുൻ, നക്കിറയായ ഇസ്മുകൾ. നക്കിറ എന്ന് പറഞ്ഞാൽ കോമൺ ആയ ഇസ്മുകൾ, നിശ്ചിതമായ ഒന്നാവില്ല. കൃത്യമായ ഒന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഏതുമാവാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞു, 10 എന്ന് പറഞ്ഞു. 10 അത് എന്തും 10 ആവാലോ. ഏത് 10 മനുഷ്യരാവാം, 10 ആളുകളാവാം, അല്ലെങ്കിൽ 10 മൃഗങ്ങളാവാം, എന്തും ആവാം. ഇങ്ങനെയുള്ള ഇസ്മുകൾ തൻസിബു, ഇവകൾ നസ്ബ് ചെയ്യും, അല്ല തംയീസി, തംയീസ് പ്രകാരം നസ്ബ് ചെയ്യും. ഇപ്പോൾ 10 എന്ന് പറഞ്ഞാൽ എന്ത് 10, അല്ലെങ്കിൽ 11 എന്ത് 11. 11 എന്ന് പറഞ്ഞാൽ പലതും ആവാം. അപ്പം അതിനെ വേർതിരിക്കാൻ വേണ്ടി മറ്റൊരു ഇസ്മിനിക്ക് എന്ത് ചെയ്യും, നസ്ബ് ചെയ്യും. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, ഉദാഹരണം കാണിച്ചു തരാം. അപ്പം ഇവിടെ അഹദ അഷറ കൗക്കബൻ, ഈ ഉദാഹരണം നോക്ക് നിങ്ങൾ. അഹദ അഷറ 11 എന്ന് പറഞ്ഞു.
11 എന്തും ആവാലോ. 11 ഏത് കാണുന്നില്ലേ? കണ്ടില്ല? എൻ്റെ സ്ക്രീൻ കാണുന്നില്ലേ? ഞാൻ റാഫിക്ക് ഒന്ന് റീജോയിൻ ചെയ്യും. ഇവിടെ ഇവിടെ അഹദ അഷറ 11 എന്ന് പറഞ്ഞു. ആ 11 എന്തും ആവാം. 11 ആളുകളാവാം, കുട്ടികളാവാം, എന്തും ആവാം. അപ്പൊ അതിന് നമ്മൾ പറഞ്ഞു, അതിനെ വിശദീകരിച്ചു കൗക്കബൻ, നക്ഷത്രത്തിനാൽ. അപ്പൊ 11 നക്ഷത്രം. അപ്പൊ നക്ഷത്രത്തിനെ എന്ത് ചെയ്തു? ആ കൗക്കബ് എന്ന പദത്തിലേക്ക് ഈ അഹദ അഷറ എന്ന നെക്കിറയായ ഒരു ഇസ്മ നസ്ബ് ചെയ്തു. ഇനി ഇവിടെ നോക്കി, ഇസ്ന അഷറ വാരിസൻ, 12 വാരിസൻ, അനന്തരാവകാശിയാൽ. 12 എന്തു ആവായിരുന്നു. അപ്പൊ അനന്തരാവകാശിയാൽ ഒരു 12 ആണ്. അടുത്തത് കം. കം നോക്ക് നിങ്ങൾ. കം കിതാബൻ, എത്രയാണ്. ആ എത്രയാണ് എന്നുള്ളത് എന്തു ആവായിരുന്നു. അപ്പൊ അതിനെ വിശദീകരിച്ചു കിതാബൻ എന്ന ഒരു ഇസ്മിനെ. അപ്പൊ കിതാബൻ എന്നുള്ള എനിക്കത് നസ്ബ് ചെയ്തു. അയ്യൻ ബൽദത്തൻ, എത്ര നാടുകളാണ്. ഇവിടെ അയ്യൻ ബൽദത്തൻ. അംഫഖ്തു കഥാ മാലൻ. ഈ കഥ എന്നുള്ളതും എന്തുള്ളതിനും മാലൻ എന്നുള്ളതിന് നസ്ബ് ചെയ്തു. അതുപോലെ അയ്യൻ എന്നുള്ളത് ബൽദത്തൻ എന്നൊരു ഇസ്മിനിക്ക് നസ്ബ് ചെയ്തു. കം എന്നുള്ളത് കിതാബൻ എന്നൊരു ഇസ്മിനിക്ക് നസ്ബ് ചെയ്തു. അഹദ അഷറ എന്നുള്ളത് കൗക്കബൻ എന്നുള്ളതിനിക്ക് നസ്ബ് ചെയ്തു. ഇങ്ങനെ കഥ ഇന്നാലിന്ന എന്നർത്ഥം. അൻഫക്തു കഥ, ഞാൻ ചെലവഴിച്ചു. കഥ ഇന്നാലിന്ന, മാലൻ മുതല്, ഇത്ര മുതൽ ഞാൻ എന്ത് ചെയ്തു? ചെലവഴിച്ചു. അപ്പൊ അവിടെ ഇന്നാലിന്നത് എന്ന് പറയുമ്പോൾ ആ കഥ എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. എന്തും ചെലവഴിച്ചു എന്ന് പറയാം. അപ്പൊ മുതലാണ് കൊടുത്തത്, സമ്പത്താണ് കൊടുത്തത്. അപ്പൊ ആ ഒരു മാലൻ എന്നുള്ള ഒരു ഇസ്മിനിക്ക് നസ്ബ് ചെയ്തത് കഥ എന്ന പദമാണ്. ബൽദത്തൻ എന്ന ഒരു ഇസ്മിനിക്ക് നസ്ബ് ചെയ്തത് അയ്യൻ എന്ന പദമാണ്. കിതാബൻ എന്നുള്ള ഇസ്മിനിക്ക് നസ്ബ് ചെയ്തത് കം എന്ന ഒരു നെക്കിറയായ ഇസ്മാണ്. ഇസ്ന അഷറ അല്ലെങ്കിൽ അഹദ അഷറ എന്നുള്ളത് നെക്കിറയായ ഇസ്മാണ്. കൗക്കബൻ എന്നുള്ളതിനും വാരിസൻ എന്നുള്ളതിനും നസ്ബ് ചെയ്തു. ഇങ്ങനെ 4 പദങ്ങൾ ശ്രദ്ധിക്കണേ. ഇങ്ങനെ 4 പദങ്ങൾ അത് നെക്കിറയായ ഇസ്മാണ്. നെക്കിറ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിതമായ എണ്ണമല്ല, നിശ്ചിതമായ ഒരു വസ്തുവല്ല. ഇപ്പോൾ ദ മാൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ സെയ്ദുൻ എന്ന് പറഞ്ഞാൽ സെയ്ദ് തന്നെയാണ്, വേറൊരാൾ അതിൽ പെടൂല. അംബ്രു എന്ന് പറഞ്ഞാൽ അംബ്ര തന്നെയാണ്, വേറൊരാൾ പെടൂല. അറജുലു എന്ന് പറഞ്ഞാൽ അറജുൽ ഒരു അറിയപ്പെട്ട റജുലാണ്, വേറെ ഒരാൾ പെടൂല. നേരെ മറിച്ച് റജുലുൻ മനുഷ്യൻ, ഫറസുൻ കുതിര, അത് ഏത് കുതിരയുമാവാം. അത് യുദ്ധത്തിന് പോണ കുതിരയാവാം, നമ്മുടെ മുമ്പിലുള്ള കുതിരയാവാം, ഈ പുറത്തുള്ള കുതിരയാവാം, ഏത് കുതിരയാവാം. അങ്ങനെ ഒരു നിശ്ചിതമായ ഒരെണ്ണത്തിനെ സൂചിപ്പിക്കാത്തതിനാണ് എന്തെന്ന് പറയാം, നെക്കിറ എന്ന് പറയാം. അപ്പം ഇത്തരം നെക്കിറയായ ഈ 4 ഇസ്മുകളും ശേഷമുള്ള ഒരു ഇസ്മിനിക്ക് എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പറയും. നോക്ക, ഒന്നുകൂടി അർത്ഥം വെക്കാം. ഈ പറഞ്ഞ 4 എണ്ണം, ഈ പറഞ്ഞ 4 എണ്ണം ഏത് അക്കങ്ങൾ എന്ന് പറഞ്ഞാൽ 11 മുതൽ 99 വരെ. അല്ല, ഒന്നിപ്പോ നമ്മൾ ഒന്നല്ലേ പറയാം. ഒരാൾക്ക് എന്താ പറയാ? റജുലിൻ, ഒരു റജുലി എന്ന് പറയാം. 2 പുരുഷൻ എന്ന് പറയും, റജുലാനി എന്ന് പറയും. 3 ആൾക്ക് നമ്മൾ സലാസത്തു റിജാലിൻ എന്ന് പറയാം, 3 പുരുഷന്മാർ. അത് അതിന് ഹംസത്തു കവാക്കിബിൻ, 5 നക്ഷത്രങ്ങൾ. അത്
എന്ന് പറയാത്തത് 3 മുതൽ 10 ഉൾപ്പെടെ അത് ജംഇന്റെ കൂട്ടത്തിൽ കില്ലത്തിന്റെ ജമ്മ് എന്നാ പറയാം. ജമ്മ് 2 രൂപത്തിലുണ്ട്, കില്ലത്തിന്റെ ജമ്മ്, കസറത്തിന്റെ ജമ്മ്. കില്ലത്തിന്റെ ജമ്മ് എന്ന് പറഞ്ഞാൽ 3 മുതൽ 10 ഉൾപ്പെടെ, 3 to 10, 10 വരെ എന്ന് പറഞ്ഞാൽ 10 കൂടി പെട്ടിട്ടാ. ഈ കില്ലത്തിന്റെ ജമ്മ് വരുന്നിടത്ത് ഇലാഫത്ത് ചെയ്യേണ്ടത്, എണ്ണത്തിലേക്ക് ഇലാഫത്ത് ചെയ്യും. ഇപ്പോൾ നമ്മൾ പറയും പോലെ അർബഅത്തു അൻവാഇൻ, അനിലം പറയുന്നത് അർബഅത്തു അൻവാഇൻ. മറ്റോടത്ത് നമ്മൾ എന്താ അർബഅത അശറ വജ്ഹൻ, 14 രൂപങ്ങളുണ്ട് മഅറൂഫായ ഫീൽ എന്ന് നമ്മൾ മീസാനിൽ പഠിച്ചില്ലേ, അവിടെ വജ്ഹൻ എന്നാ പറഞ്ഞു. അപ്പോൾ ഈ 10 കഴിഞ്ഞാണ്ടല്ലോ, 10 മുതലുണ്ട് മേലക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, കസ്റത്തിന്റെ ജമ്മ് ധാരാളം. 10 മുതലല്ല, 11 മുതലാണ്ട് മേലക്കാണ് എങ്ങനെ ധാരാളം എന്ന് എണ്ണുക. ധാരാളം എന്നുള്ള രൂപത്തിൽ കുറേ ജമ്മിൻ്റെ രൂപത്തിലുണ്ട്. അങ്ങനെ മലയാളത്തിലുണ്ടത്. നമ്മൾ മലയാളത്തിൽ 9, 10 എഴുതേണ്ടത് എങ്ങനെയാണ്, അക്കത്തിൽ എഴുതാൻ പാടില്ല എന്നാണ്. അത് 9 എന്ന് തന്നെ എഴുതണം. നമ്മൾ എന്തെങ്കിലും ലേഖനത്തിൽ എഴുതുന്ന സമയത്ത് 9 എന്ന് അങ്ങനെ എഴുതാൻ പാടില്ല. പക്ഷെ 10ൻ്റെ മേലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് 11, 12 അങ്ങനെ എന്ത് ചെയ്യുക, അക്കത്തിൽ തന്നെ എഴുതാമെന്നാണ്. അത് മലയാള ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ അതേപോലെ അത് ആ ഒരു പ്രത്യേകത പോലെ തന്നെ ഒരു കില്ലത്തിൻ്റെ ജം ആയിട്ട് വരുന്ന 3 മുതൽ 10 വരെ അറബി നിയമപ്രകാരം ആ എണ്ണപ്പെടുന്ന വസ്തുവിലേക്ക് ചേർത്തിട്ട് ഇലാഫത്ത് ചെയ്യലാണ് പതിവ്. പതിവല്ല, അതന്നെ നിയമം. 11 മുതൽ 99 വരെ ഇങ്ങനെ ഏകവചനം തമ്മീസാക്കുക ചെയ്യുക. 11 കൗക്കബൻ. നീ ഇഷ്റൂനാണെങ്കിലും ഇഷ്റൂന കൗക്കബൻ എന്നാ പറയാം. വാഹിദുൻ വൈഷ്റൂന കൗക്കബൻ, 21 നക്ഷത്രം അങ്ങനെ പറയാം. 100 എണ്ണത്തിന് മിഅത്തു കൗക്കബിൻ എന്ന് പറയാം. അത് കെട്ടാണ്. 1, 10, 100, 1000 ഇതൊരു കെട്ട, ചില്ലറല്ല. ബാക്കിയൊക്കെ ചില്ലറയാണ്. അപ്പോൾ ഒറ്റ 10, 100, 1000, 10000, ലക്ഷം എന്നല്ലേ പറയാം. ഒറ്റ 10, 100. അപ്പോൾ ഇതൊരു കെട്ടാണ്, ഒരു കെട്ടാണ്. ആ കെട്ടിൻ്റെ അവിടെ നിന്ന് എന്ത് ചെയ്യില്ല, അപ്പോൾ ആ കെട്ടിൻ്റെ അവിടെ ഇലാഫത്ത് ഏകവചനത്തിലേക്ക് ഇലാഫത്ത് ചെയ്യുക, ഏകവചനത്തിലേക്ക്. അപ്പം മിഅത്തു റജുലിൻ എന്ന് പറയാം, മിഅത്തു നിസാഇൻ, അല്ലെങ്കിൽ മിഅത്തു കൗക്കബിൻ അങ്ങനെ പറയാം. അൽഫാണെങ്കിൽ തന്നെ 1000 തന്നെ, അൽഫു കൗക്കബിൻ എന്ന് പറയാം. അപ്പൊ കൗക്കബൻ വരും. അപ്പൊ ഇഷ്റൂന വന്നല്ലോ അവിടെ. മിഅത്തുൻ വൈഷ്റൂന കൗക്കബ, ചില്ലറയല്ലോ. നമ്മള് കെട്ട് മാറ്റിയ പിന്നെ ചില്ലറ കൂടിയ പിന്നെ അതിന്റെ അനുസരിച്ച് വരിക. അതെ, നോക്കാം. അമിൻഹ, ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ബാക്കി ഉള്ള ആളുകൾ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ടത്, സിമ്പിളാണ്. നമ്മൾ എണ്ണത്തിനൊരു അധ്യായം ഇനി വരുന്നുണ്ട്. 1 നമ്മൾ എണ്ണ. ഇപ്പോൾ റജുല് എന്നുള്ളതിന് നമ്മൾ പിന്നെ ഒരു റജുല് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. റജുല് എന്നുള്ള പദം തന്നെ ഒരാൾ എന്നാണ് അർത്ഥം, ഒരു പുരുഷൻ എന്നാണ്. 2 റജുല് എന്നുള്ളതിന് ഇസ്നാ റജുലിൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. റജുലൈനി എന്ന് പറഞ്ഞാൽ തന്നെ 2 എന്നാണ്, റജുലാനി അല്ലെങ്കിൽ റജുലൈനി. പിന്നെ 3 മുതൽ 10 വരെ നമ്മൾ എണ്ണുമ്പോൾ സലാസത്തു അൻവാഇൻ, അർബഅത്തു അൻവാഇൻ, ഹംസത്തു അൻവാഇൻ, സിത്തത്തു അൻവാഇൻ അങ്ങനെ പറയാം. അതങ്ങനെ ഇലാഫത്ത്. 11 മുതൽ 99 വരെ നമ്മൾ ഈ പറയുന്ന പോലെ അഹദ അശറ കൗക്കബൻ, ഇസ്ന അശറ കൗക്കബൻ, സലാസത്ത് അശറ കൗക്കബൻ, ഹംസ് അശറ കൗക്കബൻ, ഇഷ്റൂന കൗക്കബൻ, സലാസൂന കൗക്കബൻ. 20 ഇഷ്റൂന എന്ന് പറയും, 30 സലാസൂന എന്ന് പറയും, 40 അർബഊന എന്ന് പറയും, 50 ഹംസൂന എന്ന് പറയും, സിത്തൂന 60, സബഊന 70, സമാനൂന 80, തിസ്ഊന 90, മിഅത്ത് 100. എണ്ണത്തിൻ്റെ രൂപമാണ്. അപ്പോൾ അമിൻഹ 100 ആമിലുകളിൽപ്പെട്ടതാണ്. റാഫിക്കല്ല പോയോ? ഓക്കെ. അമിൻഹ 100 ആമിലുകളിൽപ്പെട്ടതാണ് അസ്മാഉൻ, ചില ഇസ്മുകൾ. തൻസിബു അവകൾ നസ്ബ് ചെയ്യും, അല്ല തംയീസി
തമ്മീസ് പ്രകാരം നസ്ബ് ചെയ്യും. എന്തിനിക്കാ നസ്ബ് ചെയ്യുക? അസ്മാ അൻ നക്കിറത്തൻ, മറ്റൊരു നെക്കിറയായ ഇസ്മുകൾക്ക്, അതും നെക്കിറയാണ്. അപ്പം ഇവിടെ ഇസ്ന അഷറ കൗക്കബ് എന്നുള്ളതിൽ അഹദ അഷറ കൗക്കബ് എന്നുള്ളത്, അഹദ അഷറ എന്നുള്ളതും നെക്കിറയാണ്, കൗക്കബ് എന്നുള്ളതും നെക്കിറയാണ്. കം കിതാബ് എന്നുള്ളതിൽ കം എന്നുള്ളതും നെക്കിറയാണ്, കിതാബ് എന്നുള്ളതും നെക്കിറയാണ്. അപ്പം ചെയ്യുന്ന ആമിലും നെക്കിറയാണ്, ചെയ്യപ്പെടുന്ന മഅമൂലും നെക്കിറയാണ്, രണ്ടും നെക്കിറയാണ്. അപ്പം മഅരിഫ വന്നാൽ പറ്റൂല എന്നർത്ഥം. 12 സെയ്ദ് എന്നുള്ളതിന് ഇങ്ങനെ പറയില്ല, അതിന് ഈ ഒരു രൂപത്തിൽ പറയില്ല. വഹിയ അർബഅത്തുൻ, അത് 4 എണ്ണാണ്. നെക്കിറയായ ഇസ്മുകൾക്ക് തമ്മീസ് പ്രകാരം നസ്ബ് ചെയ്യുന്ന നെക്കിറയായ ഇസ്മുകൾ അത് 4 എണ്ണമാണ്. അഹദുഹ, അതിലൊന്നാമത്തത് അഷറത്തുൻ, അഷറത്ത് എന്നുള്ളതാണ്. ഒന്ന് നമ്മൾ അഷറത്താണ്, വെറും അഷറത്തല്ല. ഇതാ റുക്കിബത്ത്, അത് യോജിപ്പിക്കപ്പെട്ടാൽ, കൂട്ടിച്ചേർക്കപ്പെട്ടാൽ, മാ അഹദിൻ ഔ ഇസ്നൈനി, ഒന്നിനോടോ രണ്ടിനോടോ, ഔ മാ ഫൗഖഹുമാ ഇലാ തിസ്അത്തിൻ, അതിൻ്റെ മുകളിലുള്ള 9നോടോ, അതിന് മുകളിലുള്ള 9 വരെ. അപ്പോൾ 9 വരെ, 1 ആവട്ടെ 2 ആവട്ടെ 9 ആവട്ടെ, 3 4 5 6 7 8, ഈ 9 വരെ അതിനോട് 10നോട് ചേർന്ന് വരുന്ന സമയത്ത് അതെന്ത് ചെയ്യും? തമ്മീസ് പ്രകാരം മറ്റൊരു നെക്കിറയായ ഇസ്മിനിക്ക് നസ്ബ് ചെയ്യും. വഹാദൽ ഹുക്കുമു, ഈ ഹുക്കും, ഈ വിധി, ഇങ്ങനെ നസ്ബ് ചെയ്യാന്നുള്ള വിധി മുസ്തമിറുൻ, അത് കണ്ടിന്യൂഡാണ്, തുടരുന്നതാണ്, സ്ഥിരമാണ്. ഇലാ തിസ്അത്തിൻ വ തിസ്ഈന, 99 വരെ തുടരുന്നതാണ്. പിന്നെ 99 ആയാലും ഇങ്ങനെ തന്നെയാണ്. 10 ഒരു ഘട്ടാണെങ്കിൽ 20 മറ്റൊരു ഘട്ടാണല്ലോ, 30 വേറൊരു ഘട്ടാണല്ലോ, 40 വേറൊരു ഘട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ ചില്ലറക്ക് വരുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെ വരിക. 99 വരെ അങ്ങനെ വരിക, 99 വരെ അങ്ങനെ വരും. നഹ്വ് ഇതുപോലെ അഹദ അഷറ കൗക്കബൻ, കണ്ടോ നിങ്ങൾ? അഹദ അഷറ, അവിടെ അഹദ അഷറ എന്നുള്ളതിനോട് അഹദ് ചേർന്ന് വന്നു, അപ്പോൾ 11 എന്നായി. ആ 11 ഒരു നെക്കിറയായ കൗക്കബൻ എന്നുള്ള ഇസ്മിനിക്ക് നസ്ബ് ചെയ്തു. ഇസ്ന അഷറ വാരിസൻ, അവിടെ എന്ത് ചെയ്തു? ഇസ്ന അഷറ വാരിസൻ. അവിടെയും ഇങ്ങനെ തന്നെ വരും, കൗക്കബൻ എന്നുള്ള തന്നെ വരും. അല്ല, മറ്റേ രൂപത്തിലുള്ള ഒരു കെട്ട് പോലെ വരില്ല. അത് ഏത്? ഇല്ലല്ല, അത് വരില്ല. ഇത് നമ്മൾ 10 19 ആകുന്നത് പോലെ തന്നെ 20 29 ആകുന്നതും ആ നിലക്കാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ഇതേ രൂപത്തോടെ സ്ഥിരപ്പെടും പറഞ്ഞത്. 100 നമ്മൾ എന്ത് ചെയ്യും? 100 ഇലാഫത്ത് ഏകവചനത്തിലേക്ക് ചെയ്യുമ്പോൾ, പക്ഷെ 200 എന്താ ചെയ്യുക? ഇതേപോലെ ചെയ്യട്ട. 200 എന്ത് ചെയ്യും? മിഅത്താ റജുലിൻ, 200 പുരുഷന്മാരെന്ന് അങ്ങനെ തന്നെ പറയാം. മിഅത്താ സലാസു മിഅത്തി റജുലിൻ. ഈ 100ഉം 200ഉം 300ഉം 400ഉം ഒക്കെ അങ്ങനെ തന്നെ പറയാം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വരുന്നതുണ്ടല്ലോ, 301 302 330 335, അതൊക്കെ ഇതേ രൂപത്തിലാണ് വരിക. ഈ കൗക്കബൻ വാരിസൻ എന്നൊക്കെ പറഞ്ഞ പോലെ വരിക. അപ്പൊ നെഹ്വു അഹദ അഷറ കൗക്കബൻ, ഇസ്ന അഷറ വാരിസൻ. അതുപോലെ ഒന്നാമത്തത് അപ്പൊ നേരത്തെ പറഞ്ഞത് അഷറ എന്നുള്ളത്, വെറും അഷറ എന്ന് മാത്രമല്ല, അതിനോടുകൂടെ ഇത് ചേരണം പറഞ്ഞു. രണ്ടാമത്തത് കം എന്നുള്ളതാണ്. നെഹ്വു ഇതുപോലെ കം കിതാബൻ, എത്ര കിതാബുകളാണ് ഖറഅതഹു, നീ വായിച്ചത്, ഫി ഹാദിഹി സന, ഈ കൊല്ലത്ത് എത്ര കിതാബുകളാണ് നീ വായിച്ചത്. അപ്പോൾ അവിടെ കം എന്നുള്ളത് എത്ര, അത് നെക്കിറയാണല്ലോ. ഏതിനും എത്ര എന്ന് പറയാം, ഏതൊരു വസ്തുക്കൾക്കും അതിൻ്റെ എണ്ണത്തെ കുറിക്കാൻ വേണ്ടിയിട്ട് എത്ര എന്ന് പറയാം. അത് പുസ്തകമാവാം, ചിലപ്പോൾ പേനയാവാം, ചിലപ്പോൾ വേറെ എന്തിനും കം തന്നെ ഉപയോഗിക്കുക. അപ്പോൾ അതിന് വിശദീകരിച്ചു, കിതാബൻ എന്ന നെക്കിറയായ ഒന്നുകൊണ്ട് വിശദീകരിച്ചു. അപ്പോൾ കിതാബൻ എന്നുള്ള എനിക്ക് കം എന്നുള്ള നിസ്ബീർ. ക അയ്യൻ ബൽദത്തൻ ഉണ്ട്, ക അയ്യൻ. മൂന്നാമത്തത് ക അയ്യൻ, ക അയ്യൻ ബൽദത്തൻ സുർത്തുഹാ ഫി ഹയാത്തി, എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര നാടുകളാണ് സന്ദർശിച്ചത്, എത്ര നാടുകളാണ് സന്ദർശിച്ചത്. അപ്പോൾ ക അയ്യൻ എന്നുള്ളത് ബൽദത്തൻ എന്നുള്ള മറ്റൊരു നെക്കിറയായ ഇസ്മിനിക്ക് നസ്ബീർ. വക്കഥ നെഹ്വ ഇതുപോലെ അംഫഖ്തു, ഞാൻ ചെലവഴിച്ചു, കഥ ഇന്നാൽ ഇന്നത്, മാലൻ മുതലിനാൽ, ഇന്നാൽ ഇന്നത് മുതലിനാൽ ഞാൻ എന്ത് ചെയ്തു? ചെലവഴിച്ചു. അപ്പോൾ കഥ എന്നുള്ള നെക്കിറയായ ഇസ്മ് മാലൻ എന്ന മറ്റൊരു നെക്കിറയായ ഇസ്മിനിക്ക് നസ്ബ് ചെയ്തു. ഈ 4 നെക്കിറയായ ഇസ്മും ശേഷമുള്ള
നെക്കിറയായ മറ്റൊരു ഇസ്മിനിക്ക് തമ്മീസ് പ്രകാരം നസ്ബ് ചെയ്യുന്നതാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? തന്നെ പഠിച്ചാൽ മതി. ഈ 4 ഇസ്മുകളും നെക്കിറയായ ഇസ്മുകളാണ്. മറ്റൊരു നെക്കിറയായ ഇസ്മിനിക്ക് തമ്മീസ് പ്രകാരം എന്ത് ചെയ്യും? നസ്ബ് ചെയ്യുന്നതാണ്. വേർതിരിക്കുക, വകതിരിവ് എത്തുക എന്ന് പറയില്ല നമ്മൾ. ആ വേർതിരിക്കുക തന്നെ ഇവിടെ എന്താ വേർതിരിക്കുന്നത്? ഇതിലേതാണെന്നറിയില്ല. കം എന്ന് പറഞ്ഞാൽ ഏതും ആവാലോ. എത്ര എണ്ണം എന്നുള്ളത് ഏതും ആവാം. പേനയാവാം, ബുക്കാവാം, സ്ലേറ്റ് ആവാം, പെൻസിലാവാം, എന്തും ആവാം. അതിനെ വേർതിരിച്ചു. കിതാബായിട്ട് വേർതിരിച്ചു. പാടില്ല. നെക്കിറ ഞാനതൊന്ന് സൂചിപ്പിച്ചിരുന്നു. നെക്കിറ എന്ന് പറഞ്ഞാൽ കോമൺ. ഇത് കോമൺ നൗണ്, പ്രോപ്പർ നൗണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങള്. അതാണ് അത് ഇതിൽ നെക്കിറ മാരിഫിന് ശേഷം വരും. ഇതിൽ വരുന്നുണ്ട്. ഇതിലല്ല, ഇത് കേട്ടുള്ള കിതാബില് നമുക്കൊന്നുകൂടി വിശദീകരിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നെക്കിറയായ ഇസ്മ് മറ്റൊരു നെക്കിറയായ ഇസ്മിനിക്ക് ഇതിപ്പോ ഏത് കിതാബാണ് എന്നുള്ള ഒരു കിതാബ് എന്നുള്ള വരെ കിട്ടിയിട്ടുള്ളൂ. എത്ര കിതാബുകളാണ് വായിച്ചെന്നുള്ള കിതാബുകൾ കുറെ വായിച്ചിട്ടുണ്ട്. ആ കിതാബിന്റെ പേരേതാന്നുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ലല്ലോ നമുക്ക്. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഒരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞു. വിശ്വാസകോശം ഞാൻ വായിച്ചു. അപ്പൊ വിശ്വാസകോശം എന്നുള്ളത് മാരിഫയാണ്. ആ പുസ്തകത്തിന്റെ പേരാണത്. സെയ്ദിനെ ഞാൻ കണ്ടു. സെയ്ദിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രോപ്പറായ ഒരു നൗണിനെ നമ്മൾ കണ്ടു. പാലക്കാട് ഞാൻ സന്ദർശിച്ചു, പ്രോപ്പറായി. നേരെ മറിച്ച് ഒരു നാട് ഞാൻ സന്ദർശിച്ചു, ഒരാളെ ഞാൻ കണ്ടു, ഒരു ബുക്ക് ഞാൻ വായിച്ചു. ഇതൊക്കെ എന്താണ്? ഏത് ബുക്കും ആവാം, കോമൺ ആണത്. ഏത് ബുക്കിനും അത് പറയാം. അപ്പം അതാണ് നെക്കിറ എന്ന് പറഞ്ഞാൽ. നെക്കിറ എന്ന് പറഞ്ഞാൽ കോമൺ ആയിരിക്കും, മറ്റേത് പ്രോപ്പർ ആയിരിക്കും മാരിഫ. അത് പ്രോപ്പർ ആവണമെങ്കിൽ പല 7 എണ്ണം പ്രോപ്പർ ആയിട്ട് വരും. ഒന്ന് ഞാൻ, നമീറുകൾ പ്രോപ്പർ നൗണാണ്. ഞാൻ, നീ, അവൻ, അവൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രോപ്പറാണ്. പിന്നെ പേര് പ്രോപ്പറാണ്. അത് പ്രോപ്പറാണ്. അത് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ആവില്ലോ. പിന്നെ അർറജുൽ, ദ മാൻ, അത് പ്രോപ്പറാണ്. പിന്നെ സെയ്ദിന്റെ കുട്ടി പറഞ്ഞാൽ പിന്നെ സാധാ കുട്ടിയല്ലല്ലോ. ഒരു കുട്ടി എന്ന് പറഞ്ഞ പോലെയല്ല സെയ്ദിന്റെ കുട്ടി എന്ന് പറഞ്ഞാൽ. സെയ്ദ് എന്നുള്ള ആളുടെ ബന്ധപ്പെട്ട കുട്ടി എന്ന്. അപ്പോൾ അത് തിരിയും, ആളുകൾ തിരിയും. അപ്പോൾ ഒന്ന് തിരിയാതിരിക്കുക എന്നുള്ളതാണ്. തിരിയാതെ ഇവിടെയും തന്നെ തിരിയുന്നൊന്നുമില്ല. പക്ഷെ ഒരൈറ്റത്തെ തിരിയുന്നുണ്ട്. കിതാബൻ എന്ന് പറയുമ്പോൾ കിതാബ് എന്നുള്ള ഐറ്റാണ് തിരിയുന്നുണ്ട്. ഏത് കിതാബാന്ന് തിരിയുന്നുണ്ട് അത് വേറെ വിഷയം. പക്ഷെ കം എന്ന് പറഞ്ഞാൽ ഏതും ആവാം. കിതാബും ആവാം, പുസ്തകം ആവാം, പേനയാവാം, എന്തും ആവായിരുന്നു. പക്ഷെ അതിനെന്ത് ചെയ്തു? നമ്മൾ കിതാബ് എന്നുള്ളതിനെ വേർതിരിച്ചു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ബുദ്ധിമുട്ടായോ? ചോദിച്ചോളൂ. ഈ രൂപത്തില് ഈ 4 ഇസ്മുകൾ അഷറ, കം, കഅയ്യിൻ, കദ. അഷറ, കം, കഅയ്യിൻ, കദ. 4 ഇസ്മുകൾ നസ്ബേകിടും തമ്മീസിനാൽ. 4 ഇസ്മുകൾ നസ്ബേകിടും തമ്മീസിനാൽ. അസ്മാ നകിറ നേടും നസ്ബ് അവ 4നാൽ. അസ്മാ നകിറ നേടും നസ്ബവ 4നാൽ. അസ്മാ നകിറ നേടും നസ്ബവ 4നാൽ. അതിലൊന്ന് അദദ് തുടക്കമായി 11. കേട്ടെ, അതിലൊന്ന് അദദ് തുടക്കമായി 11, അവസാനമായി 99 നിന്ന്. 11 പിന്നെ 99. കം വക്ക അയ്യൻ വക്കഥ ഇവ ചേർന്ന് 4 ഇസ്മുകൾ പരിപൂർണമായി വന്ന്. അത് 3 വരിയുണ്ട് 4 എണ്ണത്തിന് വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞത് 9 എണ്ണത്തിന് 2 വരിയുള്ളൂ. പക്ഷെ ഇത് ഒന്നുകൂടി വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട, അതുകൊണ്ട് 3 വരി. 4 ഇസ്മുകൾ നസ്ബേകിടും തംയീസിനാൽ. അസ്മാ നകിറ നേടും നസ്ബവ 4നാൽ. നസ്ബ് അവ എന്ന് പറയരുത്, നസ്ബവ ഉള്ള രീതി ശരിയാവുള്ളൂ. അസ്മാ നകിറ നേടും നസ്ബവ 4നാൽ. അതിലൊന്ന് അദദ് തുടക്കമായി 11. അദദ് എന്ന് പറഞ്ഞാൽ എണ്ണം. അതിലൊന്ന് അദദ് തുടക്കമായി 11, അവസാനമായി
99 നിന്ന് കം വക്ക അയ്യൻ വക്കത ഇവ കം വക്ക അയ്യൻ വക്കത ഇവ ചേർന്ന് കംവ എന്ന് പറഞ്ഞാൽ കംവക്ക അയ്യൻ കമ്മ് വക്ക അയ്യൻ കമ്മ് വക്ക അയ്യൻ വക്കത ഇവ ചേർന്ന് 4 ഇസ്മുകൾ പരിപൂർണമായി വന്ന്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാ ഗ്രൂപ്പിൽ അന്ന് വിട്ടതിലില്ലേ ഈ ബൈത്തുണ്ടോ? ആ, അതങ്ങനെ പാടിപ്പടിക്കും. എത്ര എന്നുള്ള അർത്ഥം, ഏത് എത്ര എന്നൊക്കെ അർത്ഥം. എത്ര നാടുകളാണ് ഇന്നാലിന്നത്. നൂറാമിലുകളിൽ ഇവകളൊക്കെ എന്താണ്, ഈ എണ്ണം കുറച്ച് കൂടുതൽ വരും, കമ്മും വരും, അയ്യൻ അതുപോലെ കഥ എന്നുള്ളതൊക്കെ വളരെ അപൂർവമായിട്ടേ വരുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സംശയം ഉണ്ടോ? എത്രയിപ്പോ പറയും? 19. 19 6 25. 25 2 27. 27 7 34. 34 4 38. 38 5 63. അല്ല 48 5 40 43 5 40 അല്ല 5 അല്ലേ 43 9 52 52 4 56 അല്ലേ? ഒന്ന് എണ്ണി നോക്കാം നമുക്ക്. ഒന്ന് ജെറിന്റെ അക്ഷരങ്ങള് 19, ഈ 19. പിന്നെ രണ്ടാമത് പറഞ്ഞത് 6 ഇന്നാഹുവാത്ത് 25. 25 2 മാവല 27. പിന്നെ ഈ 7 ഇസ്മുകൾ 27 34. 34 4 നെസ്ബി ചെയ്യുന്ന 4 38. 38 5 ഇതാ 43. 43 ഈ 9 62. 62 അല്ല 52. 52 ഈ 4 56. കറക്റ്റാണ് അല്ലേ? 56. ഈ 56 ആമിലായി. ഏകദേശം കഴിഞ്ഞു. ഇനി നിങ്ങൾ കുറച്ച് അങ്ങനെ വരൂ. പകുതിയായില്ലേ? കൂടുതലായി കുറച്ചുള്ളൂ. പഠിച്ചത്രല്ല. ഒന്നിച്ചുള്ളതുണ്ട്. ഇതിപ്പോ ഈ ഇവര് പബ്ലിഷ് ചെയ്യുന്നതാണ് 2 കൊടുത്തത്. ഒന്നിച്ചുള്ളത് ഉണ്ട് പറയാം. എന്ത് പേര്?